ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കുണ്ടണി മങ്കിയും കോരസമയം വന്ന ദിവസമാണ്. വീട്ടിലെ പഴമക്കാരുടെ സംസാര ശൈലി കേട്ടിട്ടാണ് ഞാനിപ്പോൾ കുണ്ടണി മങ്കിയും കോരസമയം എന്ന് പറഞ്ഞത്. നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ അകമ്പടിയോടെയാണ് ദേവി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. വെള്ളിക്കുതിര എവിടെയെന്ന് സംശയത്തോടെ നോക്കി നിന്നപ്പോഴാണ് അടുത്തു നിന്ന് ആരോ പറയുന്നത് കേട്ടത് വെള്ളിക്കുതിരയും കുമാരസ്വാമിയൊക്കെ നേരത്തെ പോയിന്ന്. അതിന് പിന്നാലെ വാഹനങ്ങൾ ഓരോന്നായിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് DJ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു പോരുന്നവരെ ആദപ്പന്റെ കണ്ണ് ഉടക്കി നിന്നത് ഈ ഒരു സംഭവത്തിലാണ്. നമ്മുടെ സ്ഥലത്ത് നിന്നും പൗരസമിതിക്കാര് ഘോഷയാത്രയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. DJ ലൈറ്റും പാട്ടും ഒക്കെ വെച്ച് സെറ്റ് ചെയ്താണ് അവരും കൊണ്ടുപോയത്. പക്ഷെ പകലായതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഭംഗിക്ക് നമുക്ക് കാണാൻ പറ്റിയില്ല. അതൊക്കെ കണ്ട് നിന്നപ്പോഴാണ് ആനപ്പുറത്ത് സരസ്വതി ദേവി എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. ഇത്രയും കണ്ട് ഞാനും അമ്മയും ആദപ്പനും വീട്ടിലേക്ക് പോന്നു. ചേട്ടൻ ഘോഷയാത്രയോടൊപ്പം തന്നെ പോയി. അതുകൊണ്ടാണ് നമുക്ക് ഈ രാത്രിയിലെ വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റിയത്. ലൈറ്റൊക്കെ കൂടെ വന്നപ്പോൾ സംഭവം മൊത്തത്തിലൊന്ന് കളറായി. പിന്നെ ഇതേ കുതിരയാൾ പട്ടാളം ഉണ്ടായിരുന്നു. അങ്ങനെയാണോ ഇതിന് പറയണതെന്നൊന്നും എനിക്കറിയില്ല. അവസാനം ഘോഷയാത്ര വന്ന് അവസാനിച്ചത് നമ്മുടെ പത്മനാഭന്റെ മണ്ണിലായിരുന്നു. നേരിട്ട് അവിടെ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും വീഡിയോയിലൂടെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം.